എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ പിസ്സയാണ്. അതൊരു ഡബിൾ ഡെക്കർ പിസ്സയാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഫലാഫലും ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കടല കുതിർത്ത് വെച്ചിരുന്നു ഒരു 8 മണിക്കൂറോളം. കടലയും കുറച്ച് ഉപ്പും 2 വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് ആദ്യം ഒന്ന് അടിച്ചെടുക്കുക, വെള്ളം ഒഴിക്കാതെ കേട്ടോ. പിന്നെ അതിന് ശേഷം അതിൻ്റെ കൂടെ ഒരു സവാള ഇട്ടിട്ടുണ്ട്, സവാള ചേർത്തടിക്കുക. പിന്നെ അതിന് ശേഷം മല്ലിയില ചേർക്കുക. പിന്നെ പാഴ്സലി ഉണ്ടെങ്കിൽ പാഴ്സലിയും ചേർക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ മല്ലിയില മാത്രമേ ഉള്ളൂ, അപ്പോൾ അത് കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് തരിതരിയായിട്ട് അരച്ചെടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും പിന്നെ ഞാൻ 1 ടീസ്പൂൺ പെപ്പറാണ് ഇട്ടത്, കുരുമുളക് പൊടി, വൈറ്റ് പെപ്പറാട്ടോ ഇട്ടത്. അതും ഇട്ടിട്ട് അരച്ചിട്ടുണ്ട്. കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഒരു അരമണിക്കൂർ അത് ഫ്രിഡ്ജിൽ വെച്ചു. ഫ്രിഡ്ജിൽ വെച്ചിട്ടും ഞാൻ ഷേപ്പ് ചെയ്യുമ്പോൾ അതിങ്ങനെ പൊട്ടി വരികയാണ്. അപ്പോൾ ഞാൻ കുറച്ച് മൈദയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഉരുട്ടിയിട്ട് ഒരു പരത്തി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും വെള്ളം ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ മതി. ഓവറായിട്ട് ഡ്രൈ ആയിക്കഴിഞ്ഞാൽ കുറച്ച് മുട്ട ചേർത്താലും മതി, അപ്പോൾ പൊട്ടി വരില്ല. ഇനി ഞാനിപ്പോൾ ഇങ്ങനെ എല്ലാ ഫലാഫലും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഓയിലിൽ പൊരിച്ചെടുക്കുക കേട്ടോ. സൺഫ്ലവർ ഓയിലിലാണ് പൊരിച്ചെടുക്കുന്നത്. ഡീപ്പ് ഫ്രൈയും ചെയ്യുക, ഷാലോ ഫ്രൈയും ചെയ്യുക, എണ്ണ ഇല്ലാതെയും ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഡീപ്പല്ല എന്നാൽ ഷാലോ അല്ല, ആ രീതിയിലാണ് ഇത് പൊരിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ബ്രൗൺ കളർ ആവണത് വരെ ഒന്ന് പൊരിച്ചെടുക്കുക. ചെറിയ തീയിലിട്ടിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും, ക്രിസ്പി ആവുകയും ചെയ്യും. ഇപ്പം നമ്മൾ ഫലാഫലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ തഹിനി സോസാണ്, അതല്ലെങ്കിൽ പിന്നെ കെച്ചപ്പ് കൂട്ടിയിട്ടും കഴിക്കാം. ഇപ്പോൾ ഫലാഫൽ റെഡി ആയിട്ടുണ്ട്. ഇനി അത് വെച്ചിട്ടാണ് ഞാൻ പിസ്സ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം പിസ്സയ്ക്കുള്ള ഡോ തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ഇതിന് മുമ്പേയൊക്കെ കാണിച്ചിട്ടുള്ളത് തന്നെ. പിന്നെ ഞാനിവിടെ 3 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവറാണ് എടുത്തിട്ടുള്ളത്, മൈദ. ഗോതമ്പ് പൊടിയിലും ചെയ്യാം കേട്ടോ. അതിലേക്ക് 1.5 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ടിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർത്തത്. അത് നന്നായി മിക്സ് ചെയ്ത ശേഷം കുറച്ച് ഓയിലും ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം, അതല്ലെങ്കിൽ ഒലീവ് ഓയിൽ ഒഴിക്കാം. പിന്നെ ചെറു ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചിട്ട് ഇനി അത് മാറ്റിയേക്കാം, അതൊന്ന് പൊങ്ങി വരട്ടെ. ഇനി പിസ്സയ്ക്കുള്ള ഒരു ടോപ്പിംഗ് റെഡിയാക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതേപോലെ ഡ്രൈ പാഴ്സലിയാണ് ഞാൻ ഇട്ടത്, അതില്ലെങ്കിൽ മല്ലിയില ചെറുതായി മുറിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി. പിന്നെ 1 ടീസ്പൂൺ പിസ്സ സീസണിംഗ് ആണ് ഇട്ടത്, അതില്ലെങ്കിൽ ഒറിഗാനോ ചേർക്കാം. അത് മിക്സ് ചെയ്തിട്ട് മാറ്റിയേക്കാം. ഇപ്പോൾ നമ്മുടെ ഡോ ഒക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അതൊന്നും കൂടെ കുഴച്ചെടുത്തിട്ട് 2 ഭാഗമാക്കുക. നമ്മളിപ്പോൾ ഡബിൾ ഡെക്കറാണല്ലോ ഉണ്ടാക്കുന്നത് പിസ്സ, അപ്പോൾ 2 ഉരുളകളാക്കാം. അപ്പോൾ ഒരെണ്ണം വലുതും പിന്നെ ഒരെണ്ണം ചെറുതും, അങ്ങനെ ചെറുത് നമുക്ക് മാറ്റിയേക്കാം ഉരുള. ആദ്യം വലുത് പരത്തിയെടുക്കാം. അപ്പോൾ പിസ്സേൻ്റെ ഒരു കനമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, അപ്പോൾ ആ ഒരു കനത്തിൽ പരത്താം. പക്ഷേ ഇത് ഡബിൾ ഡെക്കർ പിസ്സ ഞാൻ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ അരികൊന്ന് ഇത്തിരി കനം കുറച്ചിട്ട് പരത്തിയിട്ടുണ്ട് കേട്ടോ. നടുഭാഗം സാധാരണ പിസ്സേൻ്റെ അതേ കനത്തിലും ഈ അരികൊക്കെ കുറച്ചും കൂടെ കനം കുറച്ചിട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പെർഫെക്റ്റായിട്ട് ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു അടപ്പാണ് വെച്ചത് കേട്ടോ. ഒരു സ്റ്റീൽ പാത്രം വെച്ചിട്ട് അതിനനുസരിച്ചിട്ട് ആണിത് കട്ട് ചെയ്തത്. അപ്പോൾ നടുക്ക് കറക്റ്റ് റൗണ്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പിസ്സ സോസ് തേച്ച് കൊടുക്കാം. പിന്നെ സോസിൻ്റെ മുകളിൽ കുറച്ച് പിന്നെ ചീസാണ് ഇടുന്നത്, മൊസറില്ല ആണ്. കുറച്ച് അത് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ഫലാഫൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഓരോ പീസായിട്ട് വെച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 3-4 ഫലാഫൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. ചെറുതാക്കി മുറിച്ചിട്ട് എല്ലാവരും ഈവനാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇതേപോലെ ചീസ് ഇട്ട് കൊടുക്കാം. ഇതൊരു സിമ്പിൾ പിസ്സയാണ്, വെജിറ്റേറിയൻ പിസ്സയാണ്, നല്ല ടേസ്റ്റുമാണ്. ചീസ് ഇട്ട ശേഷം അതിൻ്റെ മുകളിൽ 1 ടീസ്പൂൺ ഒറിഗാനോ ഒന്ന് വിതറി കൊടുക്കുക. പിന്നെ കുറച്ചൊരു ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുക്കാം. ഇത്രയും മതിയാവും ഫസ്റ്റ് ലെയറിൽ കേട്ടോ. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ മാറ്റി വെച്ച ഉരുളല്ലേ, അതൊന്ന് പരത്തിയിട്ട് അതിൻ്റെ വെച്ച് കൊടുക്കുക. നമ്മൾ ആ ഒരു അടപ്പ് വെച്ചിരുന്നില്ലേ സ്റ്റീലിൻ്റെ മൂടി, അതിൻ്റെ അനുസരിച്ചിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. ആ ഒരു അളവിനേക്കാളും ഒരു അര ഇഞ്ച് കൂടെ കൂടുതലാക്കിയിട്ട് വേണം ഈ മുകളിലത്തെ ലെയർ കട്ട് ചെയ്യാൻ. എന്നിട്ട് അത് വെച്ച് കൊടുത്തിട്ട് ഇപ്പം ഞാൻ ഒരു ചെക്കായിട്ട് ഇങ്ങനെ ഒരു അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്, ഒരു ഡിസൈൻ പോലെ. അത് ഇത്തിരി കീറിയാലും കുഴപ്പമില്ല കേട്ടോ, ഇത്തിരി അമർത്തിയിട്ട് വേണം ഇങ്ങനെ വരച്ചു കൊടുക്കാൻ.
പിന്നെ നമ്മൾ താഴെ വരച്ചതിൽ എക്സ്ട്രാസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഒരുപാട് നീളമൊന്നും വേണ്ട, ഏകദേശം ഒരേ അളവിലാക്കുക. എന്നിട്ട് ഇപ്പോൾ ഞാനിതിൽ കാണിക്കുന്ന പോലെ ഒന്ന് ക്രോസാക്കി വെച്ചെടുക്കാം. ഒരെണ്ണം ഇടത് ഭാഗത്തേക്ക് വെച്ച് ഒരെണ്ണം വലത് ഭാഗത്തേക്ക് വെക്കുക, അങ്ങനെ. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും ഒരു മുടിയൊക്കെ പിന്നിട്ട പോലെ ഉണ്ടാവും. എളുപ്പമാണിത് ചെയ്യാൻ, മനസ്സിലാവുന്നുണ്ടാവും വിചാരിക്കണം. അപ്പോൾ നമ്മളിതിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അറ്റത്ത്, അതല്ലെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് അത് പൊങ്ങി വരും. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു ടോപ്പിംഗാണ് ഈ മുകളിലത്തെ പിസ്സയിൽ കൊടുക്കുന്ന ഫ്ലേവർ കേട്ടോ. ആ ഒരു പിന്നെ ഒലീവ് ഓയിലും ഗാർലിക്കും പാഴ്സലിയൊക്കെ ആയിട്ടുള്ള അത് തേച്ച ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് വെളുത്ത എള്ള് ഇട്ട് കൊടുക്കുക, വൈറ്റ് സെസമി സീഡ്സ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ചീസ് ഇട്ട് കൊടുക്കുക. മൊസറല്ല എണ്ണയാണ് ഞാൻ ഇടുന്നത് ഇതിലും. ചീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ചിലവർക്ക് അതിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടം ഉണ്ടാവില്ല, പിന്നെ കുട്ടികൾക്കൊക്കെ എന്തായാലും നല്ല ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ നല്ലോണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏറ്റവും മുകളിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും ഒരു കളറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ രണ്ടാമത്തെ ലെയർ പിസ്സേൻ്റെ ടോപ്പിംഗ് കേട്ടോ. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഞാൻ 220-ൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടാവൻ. അതിൽ 20 മിനിറ്റാണ് ഞാൻ ബേക്ക് ചെയ്യുന്നത് കേട്ടോ. അതിൽ 15 മിനിറ്റ് താഴെ മാത്രം ഹീറ്റ് കൊടുത്തിട്ടാണ്, പിന്നെ മുകളിൽ 5 മിനിറ്റ് കൊടുത്താൽ മതി. അത് ഓരോരുത്തരുടെ ഓവനനുസരിച്ചിട്ടിരിക്കും കേട്ടോ. അത് നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡബിൾ ഡെക്കർ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫലാഫൽ വെച്ചിട്ടുള്ള ഒരു പിസ്സ ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും എന്നൊരു കൺഫ്യൂഷനായിരുന്നു, പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർക്കൊക്കെ എന്തായാലും ചെയ്യാൻ പറ്റിയ ഒരു പിസ്സയാണ്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇത് കട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ ഇതാണ് ആ 2 ലെയറുള്ള ഡബിൾ ഡെക്കർ പിസ്സ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.